പ്ലാൻ പറ്റി പഠനം. ധ്യാനിന് മാത്രം പ്ലാൻ എന്താണെന്ന് പറ. ബിസിനസ് പ്ലാൻ ആണ്, പ്രോഫിറ്റ് ലോസ് ബിസിനസ് പ്ലാൻ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ധ്യാന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അവിടുന്ന് വയനാട്ടിൽ നിന്ന് ഷൂട്ട് നിർത്തിവെച്ച് കറക്റ്റ് 10 മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എനിക്ക് ആ ഒരു സമയം ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് ആർട്ടിസ്റ്റ് അത് ചെയ്യും? അസീസേ, അതാണ് ആ 50,000 കേസ് ഉണ്ടല്ലോ. എടാ ഞാൻ നീ ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്ന് അത് ഒരു പ്രതിഫലമോ ഒന്നുമില്ല. സത്യം നമ്മൾ അറിയാതെ പോയെന്നറിയോ, നമ്മള് വിളിച്ചിട്ട് എനിക്ക് തന്നെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു റിലീജിയസ് ഇതൊക്കെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഐ ഫൗണ്ട് വേഡൻ ടു ബി എ വെരി ജെനുവിൻ ഗൈ. അയാളൊരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഒരു ഗൂസ് ബംസ് ആർക്കാൾ കിട്ടുന്നുണ്ടെങ്കിൽ that marks a star. കറുത്ത മുണ്ട് കണ്ടിട്ട് എന്ത് മനസ്സിലായല്ലോ, വേടന അനുകരിക്കുന്ന. വീട്ടിലാണെങ്കിലും വേറൊരു സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്, ആ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ. കാറിങ്ങനെ ഓടിച്ച് ഇടിച്ച് മാക്സിമം ക്ലിയറൻസ് കിട്ടിയില്ലടാ പറഞ്ഞിട്ട് റിവേഴ്സ് എടുത്തിരുന്നു. ഈ പാർക്കിംഗ് ഒക്കെ അങ്ങനെയാ, പാർക്കിംഗ് ഒന്ന് ഇടിച്ചിട്ട് നിർത്തുക. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് രവീന്ദ്ര നീ എവിടെ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട മേജർ രവി സാർ, അനൂപേട്ടൻ, ഷീലു ചേച്ചി, ധ്യാൻ ചേട്ടൻ, അസീസിക്ക. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഞാൻ ഒരാളെ അല്ല 2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതെ, ധ്യാൻ ചേട്ടനെ അസീസിക്കാനും ചെയ്തിട്ടുണ്ട്. ചെയ്ത് തഴമ്പിച്ചിരിക്കുന്ന 2 പേരും ടൈമിംഗ് നമ്മുടെ കറക്റ്റ്. ഏറ്റവും ഫ്രഷ് ആയിട്ട് എനിക്ക് കിട്ടിയ 3 പേരാണ്. ഞാൻ അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ എന്താ പ്രത്യേകിച്ച് ഷീലുവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ല, ധ്യാൻ ചേട്ടൻ ഇരിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കണല്ലോ. ധ്യാൻ ചേട്ടാ, രവീന്ദ്ര നീ എവിടെയെന്ന് ഞാൻ അതെ, രവീന്ദ്ര നീ എവിടെയെന്ന് ആദ്യം ഞാൻ ഇത് വായിച്ചപ്പോ ഞാൻ ഓർത്ത് രവീന്ദ്രനായിട്ട് ധ്യാൻ ചേട്ടനായിരിക്കും എന്നാണ്. ബുദ്ധിപരമായി താഴെ ഇരിക്കുക. ഇത് ചോദിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. കാരണം രവീന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള എൻ്റെ ആക്ച്വൽ പേര് രവീന്ദ്രൻ എന്നാണ് അറിയാം. അപ്പം അതുകൊണ്ട് അപ്പം അനൂപിനെ മാത്രം നോക്കിയിട്ട് രവീന്ദ്രൻ ഞാൻ ഇപ്പം എന്നോട് കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ സാറിനെ സാറിന് വിളിക്കണം. പറഞ്ഞപ്പോ രവിയേട്ടൻ എന്താ ആണല്ലേ? ഓക്കെ ഓക്കെ. അല്ല ഞാൻ ഇതിലത്തെ രവീന്ദ്ര സാറേന്ന് വിളിക്കുക, കാരണം തോക്ക് കയ്യിലുണ്ടെന്ന് അറിയാം. അതെ, രവീന്ദ്ര നീ എവിടെ? ഇപ്പൊ ഇതിന്റെ ഞാൻ ട്രെയിലറൊക്കെ കാണുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് ഭയങ്കര എനിക്കിപ്പോ ഒരു സ്റ്റോറി ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സംതിങ് ഇൻ ബിറ്റ്വീൻ ഗോയിങ് ഓൺ. അതിന്റെ ഒരു മെയിൻ കാരണക്കാരൻ ധ്യാൻ ചേട്ടനാണോ എന്നൊരു ഡൗട്ടിൽ വരുത്തുന്ന ഒരു ട്രെയിലറാണ് ഞാൻ കണ്ടത്. എന്താ അങ്ങനെ അപ്പൊ അതല്ലാതെ മനസ്സിലായി. അപ്പൊ അനൂപേട്ടാ സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? അത് വിശേഷങ്ങൾ സൂപ്പറായിട്ട് തോന്നുന്നു. അനൂപേട്ടനെ കുറിച്ച് ഇപ്പം അനൂപേട്ടനാണ് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പം നമുക്ക് ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ, എത്ര കേട്ടാലും മതി വരാത്ത സംസാര രീതിയാന്നൊക്കെയാണ് എന്നോട് കുറച്ചുപേര് പറഞ്ഞിട്ടേക്കണം. നല്ല വേ ഓഫ് ടോക്കിംഗ് ആണ്. മുന്നേ ഇന്റർവ്യൂ എടുത്തവര് അത് 6 പേര് നമ്മൾ പറയണം, അങ്ങനെ ശരിയല്ല. മോശം കാര്യമല്ലോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ രവീന്ദ്ര നീ എവിടെ, സത്യത്തിൽ എവിടെയായിരുന്നു രവീന്ദ്ര? എവിടെയായിരുന്നു പറ. അബാമ ഓഫീസിൽ
ലാസ്റ്റ് പേയ്മെന്റ് കാത്തിരിക്കും. ലാസ്റ്റ് പേയ്മെന്റ് കാത്തിരിക്കുന്ന രവീന്ദ്രൻ. ആക്ച്വലി അതാണ് സംഭവം. പടത്തിന്റെ പേരൊക്കെ നമ്മൾ ആദ്യം ഒരുപാട് ആലോചിച്ചിട്ട് പിന്നെ ഞാനും ധ്യാനും കൂലങ്കഷമായ ചില ചർച്ചകൾക്കിടയിൽ സംഭവിച്ച പേരാണ് രവീന്ദ്രൻ. ഇതിൽ ധ്യാനിന്റെ കൈ ഇങ്ങോട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അറിഞ്ഞിട്ട് പോലും എനിക്ക് ആദ്യം ഇതിലോട്ട് വലിച്ചെഴുതി. ഈ ടൈറ്റിൽ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ധ്യാനും കൂടെ ഉണ്ട്. ഇതല്ല ഇത്. രവീന്ദ്രൻ തന്നെ രവീന്ദ്രൻ ടൈറ്റിൽ ഇട്ടാണ് സംഭവം. സാറാണ് വിട്ടത് ഈ ടൈറ്റിലിട്ട് ഭയങ്കര രസമുള്ള ആ ഈ അല്ല എനിക്ക് രവേട്ടിനുള്ള പ്രിവ്യൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് അല്ല ആ ഒരു വിസ്മയൽ പ്രിവ്യൂലാണ് ചേട്ടനുണ്ടായിരുന്നു അല്ലേ? സോറി ലാൽ മീഡിയയില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രിവ്യൂ ഷീലുവിന്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ധ്യാനില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാന് ഈ പ്രിവ്യൂ കഴിഞ്ഞ് വെളിയിറങ്ങിയിട്ട് ഞാൻ ഒരു കാര്യം സജഷൻ മനോജിന്റെ അടുത്ത് പറഞ്ഞു. അതെ, ഹൈദർ അലി പറയുന്ന ഒരു ഡയലോഗ് ഇല്ല, അത് ഓഡിബിൾ അല്ല. രവീന്ദ്രൻ എവിടെ കുറച്ചുകൂടെ ഓഡിബിൾ ആക്കണം, എന്നാലേ. അപ്പൊ പെട്ടെന്ന് ഷീലു, ചേട്ടാ അതല്ലേ പേര്, അത് പോലെയാ നമ്മുടെ പേര്. അങ്ങനെ രവീന്ദ്ര പിന്നല്ലാതെ അത് ആക്ച്വലി ഇവരുടെ ഡിസ്കഷൻ ഞാൻ കേട്ടില്ല. ഇവരെന്താ സംശയം, ഞാൻ താഴേന്ന് എന്തോ എടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം അനുപേട്ടൻ ബാൽക്കണിയിൽ നിന്ന് കയറി വരുവാണ്, രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് പേരാക്കിയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ മൂവി. പല പേരുണ്ടായിരുന്നു, പെയ്യാനും പെയ്യാതിരിക്കാനും, ഇടി മിന്നൽ വെടി പുക, അങ്ങനെയൊക്കെയായിരുന്നു പേര് പ്ലാൻ ചെയ്തത്. ഈ പറഞ്ഞ പേരുകളും അല്ല, അതുകൊണ്ടല്ല ഇതിനകത്തുള്ള രവീന്ദ്രൻ അനുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ബേസിക്കലി വെതർ ഫോർകാസ്റ്റ്. അവിടെ കാലാവസ്ഥ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇടി മിന്നലും പെയ്യോ പെയ്യാതിരിക്കുന്ന അല്ല വെടി പോക. ഓ അങ്ങനെയല്ല, എന്തോ ആക്കി പറഞ്ഞ പോലെ തോന്നി. ഞാൻ ഞങ്ങൾ അങ്ങനെ വേറെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഇല്ല, ധ്യാൻ ചേട്ടനായിട്ടുള്ള വൈബ് എങ്ങനെയുണ്ടായിരുന്നു? പറ, എങ്ങനെയുണ്ടായിരുന്നു? വൈബിയുള്ള പ്രായമൊക്കെ കഴിഞ്ഞിരിക്കണം, വയ്യാണ്ടായിരിക്കണോ? പക്ഷെ ധ്യാൻ ചേട്ടൻ അതാണ് പറയും. ഇപ്പൊ സാറാണെങ്കിൽ ഭയങ്കര ചിട്ടയും അച്ചടക്കം, വേണ്ടത്ര എല്ലാ ഇന്റർവ്യൂസിൽ സാർ പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ പാലിക്കുന്നത്. ഇപ്പൊ 10 മണിക്കാണ് മാരേജ് ഫംഗ്ഷൻ എങ്കിൽ ഞാൻ 9:45-ന് കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അതല്ല, പള്ളിയിൽ അച്ഛൻ വരുന്നതിന് മുന്നേ സാറും വൈഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ചില പ്രത്യേക കലാപരിപാടികളുണ്ട് മുന്നേ പോയിട്ട്. അല്ല, സാറ് ഭയങ്കര പഞ്ച്വാലിറ്റി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തില്, ഓൺ ടൈമിൽ എത്തുന്ന നമുക്ക് ആകെക്കൂടുള്ളൊരു മേജർ അല്ലേ ആകെയുള്ളത്. അതിന്റെ ട്രോള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ എന്തെങ്കിലും സത്യമുണ്ടോ? സാറായിരിക്കില്ലേ ആദ്യം സെറ്റിൽ എത്തുന്നതും കാര്യങ്ങളും? അതെ, അതൊരു സംശയമില്ല. ബിക്കോസ് സെറ്റില് ഞാൻ എൻ്റെ ഇത്രയും സിനിമകൾ ഞാൻ വലിയ മെഗാസ്റ്റാറുകളെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഞാൻ അണ്ടർ 30 ഡേയ്സിലാണ് ഞാൻ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ആ ടൈമിങ്ങിൻ്റെയാണ്. ഈവൻ രാജുവിനെ വെച്ച് ചെയ്തിരിക്കുന്ന പടം പിക്കറ്റ് 43, അത് -20-ലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ 22 ഡേയ്സിൽ ആ ഷൂട്ടിംഗ് തീർത്തു. ഫോർ മീ ഇറ്റ്സ് യുവർ ബെസ്റ്റ് ഫിലിം. അതാ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അത് പിക്കറ്റ് 43 20 ഡേയ്സിൽ നമ്മൾ ആ പടം തീർത്തു. ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമ പിക്കറ്റ് 43 ലാസ്റ്റ് മലയാളത്തിന്റെ ഒരു റെക്കോർഡ് ഉണ്ട് അതിനകത്ത്. ലാസ്റ്റ് ഫിലിമിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ബാക്കിയെല്ലാം പിന്നെ ഡിജിറ്റലായി. അതിന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 2 ക്യാൻ ഫിലിം കിട്ടാൻ വേണ്ടി ഞാൻ കിടന്ന് ഓടുകയായിരുന്നു. ബോംബെ നിന്നാണ് 2 ക്യാൻ കിട്ടിയിട്ട് നമ്മൾ പടം തീർത്തു. ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അതിനെ വെടിവെച്ചു കളഞ്ഞു. മിലിറ്റൻസ്, അത് ബേസിക്കലി ഒരു ആർമിയുടെ സ്നിഫർ ഡോഗ് ആയിരുന്നു. അവിടെ എത്തിയപ്പം ഓപ്പറേഷനിൽ അതിനെ വെടിവെച്ചു. വളരെയധികം സങ്കടമായിരുന്നു എല്ലാ യൂണിറ്റിലും എല്ലാവർക്കും. ശീല ഇപ്പം ബാഡ് ബോയ്സ് ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. അതിനൊപ്പം ധ്യാൻ ചേട്ടനായിട്ട് ഇതിന് മുന്നേ ഒരു മൂവിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ പ്രൊഡക്ഷൻ വീഗം ഫസ്റ്റ് ആയിരുന്നു. മച്ചാന്റെ മാലാക, പിന്നെ ഇത് 4ാമത്തെ. അപ്പം എല്ലാ മൂവിയിലും ധ്യാൻ ചേട്ടനാണോ ഐശ്വര്യം പഠിപ്പിച്ച്? ചോദിച്ചപ്പോ തന്നെ ഈ സിനിമയില് ബാഡ് ബോയ്സിൽ റഹ്മാനൊക്കെയാണ് നായകൻ, മച്ചാന്റെ മാലാക സൗബിനൊക്കെയാണ്. പക്ഷെ എല്ലാത്തിലും ഒരു ഏറ്റവും എല്ലാ പടത്തിലും ഉള്ളത് ധ്യാൻ ചേട്ടൻ ഉണ്ടല്ലോ. ഇവരെല്ലാം അത് ഞാൻ കമ്പനി പ്രോപ്പർട്ടി പോലെയാ, അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എന്റെ ജോലി. യഥാർത്ഥത്തിൽ
ധ്യാനിനെ നേരത്തെ വിളിക്കത്തില്ല. നിങ്ങളെ നാളെ ഇന്ന് വേറെ ഷൂട്ടാണ് ചോദിച്ചത്. അപ്പം മഴ കാരണം വേറെ ധ്യാനം ഇവിടെ ഉണ്ട് പെട്ടെന്നോ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ധ്യാനെ. അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലും അല്ല. ഞങ്ങളുടെ എല്ലാ സിനിമകളിലും ഞങ്ങൾ ധ്യാനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി പ്ലാൻഡ് ആയിട്ട് തന്നെ കാസ്റ്റ് ആ ചെയ്തിരിക്കുന്നത്. പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ഇപ്പൊ നമ്മള് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് വെറുതെ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ശരിക്കും. നമ്മളൊക്കെ തമ്മിൽ നല്ല ബന്ധമുള്ളതാണ്. പക്ഷെ നീ ഒരിക്കലും ഞങ്ങളെ പ്ലാൻ ധ്യാനിന് മാത്രം ഈ പ്ലാൻ എന്താണെന്ന് പറ. അത് ഒരു ബിസിനസ് പ്ലാൻ ആണ്. ബിസിനസ് പ്ലാൻ ആണ്. പ്രോഫിറ്റ് ലോസ് ബിസിനസ് പ്ലാൻ. ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ ലോസ് കൂടെ വന്നാലും മാത്രം നമുക്ക് കണക്ക് എഴുതി കാണിക്കാൻ. അതെ, അതുകൊണ്ട് കഴിഞ്ഞ 4 പടം ഞങ്ങള് അങ്ങനെ നമ്മൾ എഴുതി തള്ളി നിങ്ങളുടെ കമ്പനി. കഴിഞ്ഞ 4 പടം എന്ന് പറയില്ലേ ചേച്ചി? ഇതൊക്കെ ലാഭം. 2 അല്ല, അങ്ങനെയല്ല. ഇത് അതുമായിട്ട് നിങ്ങൾ ധ്യാനെ ഒരു തരത്തിലും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ധ്യാന് ആക്ച്വലി വീഗത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ പടത്തിൽ അഭിനയം. വീഗം നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് ബ്രേക്ക് ഈവനായ പടമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയില് ബാക്കി ധ്യാൻ അഭിനയിച്ച എല്ലാ സിനിമയിലും ധ്യാനല്ല ഹീറോ. ധ്യാൻ അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇതിനകത്തും ധ്യാനല്ല ഹീറോ, ഇതിനകത്ത് അനുപേട്ടനാണ്. ഇതിനകത്ത് പക്ഷെ ധ്യാന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ റോള് തന്നെയാണ്. ഹീറോ എന്ന് പറയാം. വളരെ കീ റോളുണ്ട് ധ്യാനിന്. ത്രൂ ഔട്ട് തന്നെ ഉണ്ട് താനും. ത്രൂ ഔട്ട് മൂവി ഉണ്ട്. പക്ഷേ ഇതെന്തിപ്പോ ഞാൻ പറഞ്ഞു വന്നത്? അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എന്തിനാണ് എല്ലാ ആർട്ടിസ്റ്റിനും ഓരോരുത്തരുടെ പേരെടുത്തിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാല് ധ്യാനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ. ഇപ്പൊ നമ്മള് ധ്യാനിന് പകരം ആ ക്യാരക്ടറിലേക്ക് വേറെ ആരെ വേണേലും ഇടാം. അങ്ങനെയൊന്നും ധ്യാൻ മാത്രം ചെയ്താലേ ശരിയാവും, അങ്ങനെയൊന്നും ഇല്ല. ആരെ വേണേലും ഇടാം. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെയും നമ്മളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരെയും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇപ്പം ഇന്ന ആള് ഉണ്ടെങ്കിലാണ്, അല്ലെ നമ്മൾ ഭയങ്കര ബലം പിടിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് വെച്ച് എന്തിനാണ് തലവേദന എടുക്കാൻ പോണേ? അല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഒന്നും ഒരാർട്ടിസ്റ്റിനെ വെച്ചിട്ടാണെന്നോ അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് വളരെ ഇതായിട്ട് ഡയറക്ടറും എല്ലാവരും പാട്ടാണ്, പൊട്ടുന്നതിനും വിജയിക്കുന്നതിനും എല്ലാം. മനോജ് കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരിക്കലും ധ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്നയാളുണ്ട് അല്ലെ അബാ മൂവീസ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ അസീസ് ഉണ്ട് അനൂപേട്ടനുണ്ട്, ഇതൊന്നും ഒരു മാറ്റർ അല്ല. നമ്മള് സിനിമകൾ കണ്ടിട്ടില്ലേ? ഒരാർട്ടിസ്റ്റ് പോലും ഇല്ലാത്ത സിനിമകൾ വിജയിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ധ്യാനെ ഞങ്ങളുടെ എല്ലാ സിനിമകളിലും ഇനി ചെയ്താലും ഇനി അബാ മൂവീസ് സിനിമ ചെയ്താലും ഞങ്ങൾ തീർച്ചയായിട്ടും ധ്യാനെ വിളിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു കുരുട്ടുബുദ്ധിയുടെ ആവശ്യമില്ല. ചോദ്യം മറന്നു. ഇവിടെയാ ഇവർ രണ്ടുപേരെ ചോദിച്ചേ. ഷീലിപ്പോ പറഞ്ഞൊരു പോയിന്റ് അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം ഇവിടെ ചില സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന ആളുകൾ ഒരു പടം അവരുടെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നത്തെ പടത്തിൽ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ചെറിയ ക്യാരക്ടേഴ്സ് പലരും ആ പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ പറഞ്ഞയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനുണ്ടായിരുന്ന ആ പടത്തിൽ അവനെ ഈ പടത്തിൽ കേട്ടില്ല. അവിടെയാണ് ഷീല് പറഞ്ഞൊരു പോയിന്റ്. ഷീല് തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും പടക്കങ്ങൾ അതൊന്നുമല്ല. പക്ഷെ എങ്കിലും ഒരു സിനിമ ചെയ്യുന്നത് പറ്റി നമ്മൾ ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സിങ്ക് ആവുന്ന പോലുള്ള ആളുകൾ ഒരു മസിലും പിടിക്കാതെ അവിടെ ഇരുന്നൊരു ഹാപ്പി ആയിട്ട് ചാപ്പടം കഴിച്ച് പുട്ടെങ്കിൽ പുട്ട് അല്ലെങ്കിൽ പപ്പടമെങ്കിൽ പപ്പടം കഴിച്ചിട്ട് പോകുന്ന അങ്ങനെ അതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ കറങ്ങി വരുമ്പോ ഞാൻ പുട്ടും പപ്പടം കഴിച്ചിട്ട് കഞ്ഞിയും നമുക്ക് സന്തോഷം തരുന്നവരായിരിക്കണം നമ്മുടെ കൂടെ ഉള്ളവർ. ഇപ്പൊ തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇന്റർവ്യൂവിന് വന്നു. എന്തൊരു ചിരിക്കാൻ, ഞാൻ ഇത്രയും ചിരിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല. ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുവാന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതെന്താന്ന് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പല സിനിമകളിലും നമ്മളുമായിട്ട് സിങ്ക് ആവുന്നത്. അപ്പൊ അത് രവിയേട്ടനും അതിന്റെ ഒരു പാട്ട് തന്നെയാണ്. രവിയേട്ടനെ ഞാൻ എപ്പോ വിളിച്ചാലും രവിയേട്ടൻ ഒരിക്കലും തോക്കും പിടിച്ച് എന്റെ മുന്നേ നിൽക്കാറില്ല. രവിയേട്ടൻ എന്റെ അടുത്ത രവിയേട്ട എന്ന് ഞാൻ വിളിച്ചാൽ രവിയേട്ടൻ അവിടെ ഉണ്ടാവും. അതെനിക്ക് 100% ഉറപ്പാണ്. ഷൂട്ട് ഇല്ലെങ്കിലും മാസം ധ്യാനിന് 50,000 രൂപ കൊടുക്കുന്നു. അല്ല,
എനിക്ക് വേറെ ഒരു അവൻ നിങ്ങളെ കുറിച്ച് പറയില്ല. അടുത്ത പടം ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ധ്യാനെ പറ്റി എനിക്ക് വേറൊരു വളരെ എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ സ്കൂള് എൻ്റെ മോള് ചോയ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ 12th ചെയ്യുന്ന സമയത്ത് അവിടെ സ്കൂളിൻ്റെ ഒരു ഈവന്റ് വന്നപ്പം ഇങ്ങനെ കുട്ടികളെല്ലാം ഇങ്ങനെ അവളൊരു എന്താ പറയുക ഒരു ഫിലിം ഫീൽഡിൽ നിന്നുള്ളൊരു കുട്ടിയാണല്ലോ, ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. അപ്പൊ അവളെ എല്ലാവരും ഫോഴ്സ് ചെയ്യും, ടീച്ചേഴ്സ് സഹിതം ഏതൊരു സെലിബ്രിറ്റിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവള് വന്നിട്ട് കുട്ടികളോടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് കാര്യമാണ്. അപ്പൊ എല്ലാവരും ധ്യാൻ വേണം. അപ്പൊ കുറച്ച് പേരുകൾ പറഞ്ഞു, ഇന്നൊരു വേണം അപ്പൊ അതിൽ ധ്യാന്റെ പേരുണ്ടായിരുന്നു. ഇവള് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ഇവളുടെ പാപ്പയോട് ചോദിക്കുന്നു, മമ്മി നമുക്ക് ധ്യാൻ ചേട്ടൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ധ്യാൻ അന്ന് വയനാട്ടിൽ ഒരു ഷൂട്ടിലാണ്. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ ആർട്ടിസ്റ്റുകളോടൊക്കെ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് അങ്ങനെ ചോദിക്കുന്നതും അവർക്കതൊരു ബുദ്ധിമുട്ടാവുന്നത്. ഞാൻ ആ പാട്ടിലോട്ട് പോയില്ല, മിണ്ടാതിരുന്നു. അപ്പൊ അത് എൻ്റെ ഹസ്ബൻഡ് ആ പാട്ട് ഏറ്റെടുത്തിട്ട് മോനെ നീ എവിടെ ഉണ്ടടാ, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ ധ്യാന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അവിടുന്ന് വയനാട്ടിൽ നിന്ന് ഷൂട്ട് നിർത്തി വെച്ച് കറക്റ്റ് 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എനിക്ക് ആ ഒരു സമയം ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് ആർട്ടിസ്റ്റ് അത് ചെയ്യും? ഇതാണ് ഇൻവെസ്റ്റ്മെന്റ്. 50,000 കേസുണ്ടല്ലോ, മനസ്സിൽ തൊട്ട് നീ വെറുതെ പറഞ്ഞാണെങ്കിലും അല്ല ശരിക്കും വന്നത് തന്നെ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എത്ര കിടന്ന് ഉരുണ്ട് നുണ പറയാൻ നോക്കിയാലും ചേച്ചി ഞാനല്ലേ ഇത് ഇവിടുന്ന് അല്ല, ഇതിപ്പോ ഞാൻ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോ ആ പേരല്ലേ ഷീലു എബ്രഹാം പ്രസൻസിന്റെ അവിടെ ധ്യാനം നയിച്ചു. അത് ഇവരുടെ അടുത്ത പടത്തിന്റെ പേരെന്താ അറിയാമോ? ധ്യാനം. അല്ല അപ്പൊ ധ്യാനം കയറുമ്പോഴ് എനിക്കൊരു ഫോട്ടോഗ്രാഫ് കിട്ടി അവിടുന്ന്, ഇവളുടെ ഒരു സുഹൃത്ത് എടുത്തത്. ഞാൻ എൻ്റെ മോള് ധ്യാന്റെ പുറകിലിരിപ്പുണ്ട്, മുന്നിലെ ധ്യാനും എൻ്റെ ഹസ്ബൻഡും ഇരിക്കുന്നു മുന്നിലത്തെ റോയിൽ. അപ്പൊ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ഇരിക്കുന്നത്, ധ്യാന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുക. ഒരു ഫോട്ടോഗ്രാഫ് എനിക്ക് കിട്ടി. എൻ്റെ മോള് ധ്യാന്റെ പുറകില് ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അവളുടെ മുഖത്തെ ആ ഒരു ഷി വാസ് സോ പ്രൗഡ് എന്ന് പറഞ്ഞാല് അവൾക്ക് അത് എനിക്ക് കണ്ടപ്പോ സത്യത്തില് അത് എന്ന് വെച്ചാൽ അവളുടെ പപ്പയോട് പറയുന്നു, പപ്പ അത് വിളിച്ചു പറഞ്ഞ ആൾക്ക് അത് ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മോൾക്ക് ആ കുട്ടികളുടെ മുന്നില് അവൾക്ക് അവിടെ തല കുനിക്കേണ്ടി വന്നില്ല. ആ ഒരു ഇൻസിഡന്റ് ഇതേ സാധനം നിങ്ങൾ പറയണം. നിങ്ങൾ മൈൽ സ്റ്റോണിന്ന് ഒരു ഡിജിറ്റൽ അവാർഡ്സ് വെച്ച സമയത്ത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇതേപോലെ രാത്രി ഷൂട്ടും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പരിപാടി രാത്രി 11 മണിക്ക് അതിനകത്ത് ഒരു ധ്യാൻ ചേട്ടൻ വന്നു. അത് ധ്യാൻ ചേട്ടൻ വരുമല്ല, താഴെ എടാ ഞാൻ നീ ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. അത് ഒരു പ്രതിഫലമോ ഒന്നുമില്ല. അയ്യോ സത്യം, ഭയങ്കരടാ നീ. ഇവ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമ നമുക്ക് അറിയാതെ പോയെന്നറിയോ? നമ്മൾ അറിയാതെ പോയെന്നറിയോ? നമ്മൾ വിളിച്ചിട്ട് വന്നിട്ട് ചില സമയങ്ങളിൽ അവള് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു, മനസ്സിലായി. അപ്പൊ അവളുടെ ആ ഒരു മൈൻഡിൽ എന്നും ഇദ്ദേഹത്തെ കാണുമ്പോ ആ ഒരു സാധനം എത്ര വലുതായാലും അവൾക്ക് അവരുടെ മുന്നേ വന്ന ഒരു സാധനം ഉണ്ട്. ഇതില് ഭാര്യനെ ചെറുതായിട്ട് സംശയം, ആ സംശയത്തിന്റെ ഒരു കാരണം ധ്യാൻ ചേട്ടൻ എന്നൊക്കെ രീതിയിലാണ് ട്രെയിലറിൽ ട്രെയിലറിലൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു നെട്ടുന്നത് പേടിക്കുന്നത് പോലൊക്കെ ധ്യാൻ ചേട്ടൻ. അല്ലല്ല എല്ലാം കറക്റ്റാ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അല്ല അങ്ങനെയാണ് തോന്നിയത്. കറക്റ്റാ കണ്ടുപിടിച്ചത്, സിനിമ മനസ്സിലായി. അല്ലായിരിക്കും ഇങ്ങനെ പറയുമ്പോ എനിക്കും കൺഫ്യൂഷൻ. ഞാൻ പറയട്ടെ, ഞാൻ അതിലങ്ങ് പോവാ. നിങ്ങളെ കറക്റ്റ് ആണെങ്കിൽ ചുമ്മാ അതെന്ന് പറഞ്ഞാച്ചാ മതി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സംശയരോഗം. ഞാൻ ഇതിലിപ്പോ ഇരിക്കുന്നതില് സിനിമ കാണാത്ത ഒരാളാണ്. പക്ഷെ എന്നെ ഇരുത്തി കൊണ്ട് ഇവര് ബോംബിന്റെ കാര്യം പറയുമ്പോ ഞാൻ ഞെട്ടിയിരിക്കുക. ബാക്കി ഇരിക്കുന്ന എല്ലാവരും സിനിമ ഫുൾ കണ്ടത്, ഇൻക്ലൂഡിങ് രവിയേട്ടൻ. കണ്ടാണ് ഫസിസൊക്കെ ഒന്നും അറിയില്ല. ഞാനും നിന്നെ പോലെ മാത്രമേ കണ്ടു. ഒട്ടും ഒരു ജഡ്ജ്മെന്റ് അല്ലാതെ പറയാൻ പറ്റുന്ന ആള് രവിയേട്ടനാണ്. കാരണം രവിയേട്ടൻ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ മാത്രമേ രവിയേട്ടൻ അവിടെ ഉണ്ടായിട്ടുള്ളൂ. സിനിമ ഫുള്ളായിട്ട് ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം കഥ അറിയാം, തിരക്കഥയിലൂടെ പോയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ കാണുകയും ചെയ്തു. രവിയേട്ടനാണ് ഒരു
പറയാൻ പറ്റുന്നത്. ഞാൻ പെട്ടെന്ന് ഞാനൊരു ന്യൂട്രൽ മാനായിട്ടാണ് ഈ സിനിമ കാണുന്നത്. രവിയേട്ടന്റെ വൈഫ് ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ ആ ഒരു ഫൺ അപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോക്കുന്നത്. നമ്മുടെ റോള് മാത്രം ചെയ്തു പോകുന്ന, എന്നിട്ട് നമ്മൾ പലപ്പോഴും പലയിടത്തും ഉണ്ടാവുന്നതാണ്. നമ്മൾ സിനിമ ചെയ്യും, പക്ഷെ ഒരിക്കലും ഫുൾ പടം കാണാൻ പറ്റില്ല. അതിപ്പം ഒരു ഹീറോ ആണെങ്കിലും ശരി, അനൂപ് എത്ര പടങ്ങൾ ചെയ്തിട്ട് പടം കാണാതെ റിലീസായിട്ടുണ്ടായിരുന്നു. അവനവൻ്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പടം കണ്ട സമയത്താണ് ഇറ്റ് ഹാസ് ഗോട്ട് സോ മച്ച് ഓഫ് ഫൺ ഇൻ ദിസ് എന്നുള്ളത്. ധ്യാൻ ചേട്ടൻ ഈ വർഷം പടങ്ങൾ കുറയ്ക്കാൻ പോവുകയാണ്. ഇനി പ്രൊഡക്ഷൻ സൈഡ്, ഡയറക്ഷൻ സൈഡിലേക്കൊക്കെ കയറാൻ പോവാണ്. 30 എന്നുള്ളത് നേർപകുതി ഒരു 15 വർഷത്തിലാക്കാൻ പോവാന്നൊക്കെ. പോവാണോ കുറഞ്ഞതാണോ? പോയതായിരുന്നു, അപ്പോഴേക്ക് കുറഞ്ഞു. പിന്നെ കുറയ്ക്കാൻ പോയി. നീ ഡയറക്ഷനിൽ ബാക്കിയുള്ളവരുടെ കഞ്ഞി മുട്ടിക്കൂടാ. വല്ലപ്പോഴൊക്കെ ഒരു പടം ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ സമ്മതിക്കൂല. ജീവിക്കണ്ടെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് മറുപടി ഭേദം പിടിച്ചു നിൽക്കണ്ടേ. അല്ല സീരിയസ്ലി ഇനി ഡയറക്ഷൻ സൈഡ് കുറച്ചൊന്ന് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ. കഥ ഇങ്ങനെ പിച്ചിങ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഫസ്റ്റ് സ്റ്റേജ് എല്ലാം അതങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു പ്രൊഡക്ഷന്റെ പ്ലാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കുറച്ചു. അതിലെ പ്രധാന കഥാപാത്രങ്ങളൊന്നും ഞാൻ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഈ സിനിമയിൽ വന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇവൻ സിനിമയിൽ അഭിനയിച്ചത്. എന്റെ ആദ്യത്തെ ഹീറോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് ഇടക്കിടക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല ഇത്. ഞാൻ മാമന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത സമയത്ത് അനൂപേട്ടനായിരുന്നു ആ പടത്തിലെ നായകൻ. ഏത് പടമായിരുന്നു? 916. ഓ കുഞ്ഞൂട്ടനല്ല 916. ഓ അപ്പൊ ആദ്യത്തെ ഹീറോ ആണ്. അപ്പൊ ഈ ഹീറോനെ വെച്ച് ഇനി ഒന്നും കൂടെ പിടിക്കാൻ പോവുകയാണ്. പിടിക്കും ഞാൻ. 22 916 മാറി 22. ഒരു ഇറക്കമുണ്ട് മോളെ. അനൂപേട്ടൻ വരുന്നത്. ഇപ്പൊ ഞാൻ അനൂപേട്ടന്റെ പണ്ടത്തെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയപ്പം വേടനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഇപ്പൊ അനൂപേട്ടനും എഴുത്തിനോട് താല്പര്യമുള്ള ആളാണ്. അനൂപേട്ടന്റെ ഇപ്പൊ ഫിലിമത്തെ സോങ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴും ഭയങ്കര രസമാണ്. ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ കേട്ട് ആസ്വദിക്കാൻ തോന്നുന്ന പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പം വേടൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം വരുന്നത് വെച്ചാൽ ചെറിയ കുട്ടികൾക്കൊപ്പം വേടനെ കൊണ്ടുപോകാം. ഇപ്പൊ ധ്യാൻ ചേട്ടനെ ചോദിക്കുന്ന പോലെയാണ് വേടനെ കൊണ്ടുപോവാ. ഭയങ്കര ആരാധകരെ ഏറ്റെടുത്ത ഒരു സമയമാണ്. കറുത്ത മുണ്ട് കണ്ടിട്ട് എന്ത് മനസ്സിലായില്ലോ? എന്ത് വേടന അനുകരിക്കുന്ന കലാകാരൻ. ഓക്കെ. അപ്പം വേടന്റെ ആശയത്തോട്, അല്ലെങ്കിൽ വേടന്റെ രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ വേടന്റെ വരികളോട് അനൂപേട്ടൻ എത്രത്തോളം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്? ഞാനതിനൊരു ഹ്യൂമൻ ലെവലിൽ മാത്രമാണ് എല്ലാവരുമായിട്ടും ഇടപെടാറുള്ളത്. എനിക്ക് തന്നെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു റിലീജിയസ് ഇതൊക്കെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഐ ഫൗണ്ട് വേടൻ ടു ബി എ വെരി ജെനുവിൻ ഗൈ. മാത്രമല്ല അദ്ദേഹം എഴുതുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തമായ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ്, അനുഭവം ഉള്ള ആളാണ്. പിന്നെ ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ. ഇപ്പം നമ്മൾ കുറേ നേരം ഇപ്പം ഷീലു ധ്യാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിനെ കുറിച്ചുള്ള ടേക്ക് എന്ന് പറയുന്നത് അവന് ആൾക്കാർക്ക് ഇഷ്ടമാണ്, വിച്ച് ഈസ് ദ നമ്പർ 1 സ്റ്റാർ ക്വാളിറ്റി ദാറ്റ് ഈസ് നീഡഡ് ഇൻ എ ഹ്യൂമൻ. അത് കഴിഞ്ഞുള്ള ടാലന്റ് സ്ക്രീനിൽ വരുമ്പം, അല്ലെങ്കിൽ ഒരു TV സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഹാഫ് ദ ജോലി ഇസ് ഡൺ, ഹാഫ് ദ ജോബ് ഇസ് ഡൺ. അപ്പൊ ഇവനതുണ്ട്. ഇത് ബാക്കിയുള്ള ജയപരാജയങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, കാരണം ഇറ്റ് ജസ്റ്റ് എ മാറ്റർ ഒരു ഫ്രൈഡേയുടെ വ്യത്യാസമേ ഉള്ളൂ. 1 ഹിറ്റ് ആൻഡ് ഈസ് ബാക്ക് ഓൺ ടോപ്പ്. അപ്പൊ അതല്ല നിരന്തരമായ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മുഖവും സംസാരവും ഇവനുണ്ട്. അതിന്റെ മറ്റൊരു വേർഷനാണ് വേടൻ എന്ന് പറയുന്നത്. അയാൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, വളരെ വയലന്റ് ആയിട്ട് അയാളുടെ കാര്യങ്ങൾ പറയുന്നു. വളരെ വോസിഫറസ് ആണ് അയാളുടെ തോട്ട്സിൽ. അയാൾ എഴുതുന്ന വാക്കുകൾ, അയാൾ എഴുതുന്ന പോയട്രി, അതിനും ഒരു സ്റ്റിങ് ടു ഇറ്റ്. അത് റെസണേറ്റ് ചെയ്യുന്നുണ്ട് ഓഡിയൻസിലേക്ക്. അയാൾ ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഒരു ഗൂസ് ബംസ് ആർക്കാൾ കിട്ടുന്നുണ്ടെങ്കിൽ that marks a star. That's what a star is. Okay. And ഇതിന്റെ ട്രെയിലറിന്റെ സമയത്ത് ഒരു കഴുത്തിലത്തെ ഒരു സൈഡിലത്തെ ഒരു പാട് ആണ്
ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്. പിന്നെ ആ കഥ ഉണ്ടാക്കി ആ ഒരു പ്ലോട്ടിലൂടെയാണ് പിടിച്ചു പോയേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ നിന്ന് ചുറ്റിപ്പെട്ടുള്ള ഡൗട്ട്, പിന്നെ അതിൽ നിന്ന് കയറി ഒരാളെ പിടികൂടുന്നു, അങ്ങനത്തെ ഒക്കെ സംതിങ് ആണ്. അപ്പോൾ എന്നായിരുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിലേക്ക് കണ്ടിട്ട് ലൈക്ക് എന്താ പറയാ, ഇല്ല ധ്യാൻ ചേട്ടന്റെ അല്ല ലേറ്റസ്റ്റ് വേണ്ട നീ കഥ ഡീകോഡ് ചെയ്യണ്ട. കറക്റ്റ് ആണ്, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ശരിയായിരിക്കും, ചിലപ്പോ തെറ്റായിരിക്കും. അതെ എനിക്കങ്ങനെ. അപ്പൊ ധ്യാൻ ചേട്ടന്റെ സ്കൂൾ ടൈമിലത്തെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഒരു ചാനലിന് കൊടുത്തപ്പോ സ്കൂൾ ടൈമിലത്തെ കുറെ കഥകൾ, കോളേജ് ടൈമിലത്തെ കുറെ കഥകൾ ഒക്കെ ധ്യാൻ ചേട്ടൻ ഇറക്കിയായിരുന്നു. ആ സമയത്ത് ധ്യാൻ ചേട്ടൻ പറഞ്ഞ കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, അത് ഞാനൊന്നും അല്ല, മറ്റവനായിരിക്കും, ഇതെന്റെ അല്ല, അങ്ങനെ. അപ്പം ഈ ഒരു ക്യാരക്ടറും ഈ ക്ലാസ് ടൈമിലത്തെ ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടായ എന്തെങ്കിലും ഓർമ്മകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിരുന്നു. കഴുത്തിലെ മുറിവ് തമ്മിൽ എന്താണ്? ക്ലാസ്മേറ്റ്സും തമ്മിൽ എന്താണ്? നഖത്തിന്റെ പാട്. അതെ ഇല്ല, അങ്ങനെ ഒരു ഇതൊന്നും അല്ല. അങ്ങനത്തെ കുറച്ച് ഇപ്പൊ ചെന്നൈയിലാണല്ലോ പഠിച്ചത്. ചെന്നൈ പഠിക്കുമ്പോ തന്നെ അങ്ങനത്തെ കുറച്ച് എന്താ നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ഇന്റർവ്യൂ ഒന്നുകൂടെ കണ്ടാൽ മതി, അതിൽ ഒരു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാർ ഓടിച്ച് സ്കൂളിൽ പോയി. അതെന്താ കുഴപ്പമെന്താ? ഇവിടെ അങ്ങനെ പറ്റത്തില്ലല്ലോ. ലൈസൻസ് എടുത്താ പോലെ 18 വയസ്സ് കഴിയുന്നുണ്ട്. 8th സ്റ്റാൻഡേർഡ് 9th ആ സ്റ്റാൻഡേർഡ്. സമയത്ത് അതില്ല. അത് 10 വയസ്സ് വിനീതിനും 8 വയസ്സ്. അല്ല, കേരളത്തിൽ വേണല്ലോ. ചെന്നൈയിൽ വേണ്ട. അതാ പറഞ്ഞേ, ചെന്നൈയില് 10 വിനീതിനായില്ലേ? അല്ല, ചെന്നൈയില് വേണം, ചെന്നൈയിലും 18 തന്നെ ലൈസൻസ്. വിനീത് ബ്രോയ്ക്ക് 10 ആയി, നിനക്ക് 8, 18. എന്റെ പൊന്നു മോളെ, ഒരു റൂൾ എല്ലായിടത്തും ഒരു rule. അല്ല, അതെ റൂൾ അല്ലാത്ത ഞാൻ ഉദ്ദേശിച്ചത്. സ്വയം അയ്യോ, അത് ഈ ധ്യാൻചേട്ടന്റെ ഇടക്ക് പറഞ്ഞപ്പോൾ അല്ല, ചെന്നൈയിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. നമ്മുടെ ഇവിടെ അവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാം, അവിടെ സ്ട്രിക്റ്റ് അല്ല. ധ്യാൻചേട്ടൻ തന്നെ എന്റെ വീട്ടിലത്തെ കാര്യമായിരിക്കും, പോലീസ് പിടിക്കും. ചെന്നൈ ഏത് കൺട്രിയിലാ? ധ്യാൻ ചേട്ടൻ തന്നെ ആ ഇന്റർവ്യൂ പറഞ്ഞതാണ്. 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഞാൻ കാർ ഓടിച്ചോണ്ടാണ്, പണ്ടൊക്കെ ഞാൻ വാനിലായിരുന്നു, ആ സമയത്ത് കാർ ഓടിച്ചോണ്ട് കാർ ഓടിക്കും. അയ്യോ, ഈ കാറ് 9ാം ക്ലാസ്സിലൊക്കെ കാർ ഓടിക്കും. ആ സമയത്ത് കാർ ഓടിച്ചിട്ട് എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അതിന് നിനക്കെന്താ പ്രശ്നം? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. റിപ്പോർട്ട് ചെയ്ത് തന്നെ അകത്താക്കാനാണോ നിന്റെ ഇതിന്റെ? അല്ല, ഞാൻ അവിടെ ഈ ഫ്രണ്ട്സ് ആയിട്ട് കുറെ ആ സമയത്തുള്ള കുരുത്തക്കേടുകളാ. അതെനിക്കിപ്പോ ആ ഇന്റർവ്യൂല് മൊത്തം പറഞ്ഞില്ല, ധ്യാൻചേട്ടനാണെങ്കിൽ പറയുന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തുണ്ടല്ലോ. അതെ, അപ്പൊ അതായിട്ട് ഞാൻ ഇത് കണക്ട് ചെയ്യാൻ നോക്കിയതാണ്. അതെ, ധ്യാൻചേട്ടൻ ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, അതിലെല്ലാം ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലെന്താ? അല്ല, ഇതിലൊരു സുഹൃത്തായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്താ പറയാ, വേണ്ട ഗേൾ ഫ്രണ്ടിനെ എന്തോ അതും ഈ ജീവിതത്തിലുള്ള ഇതും ഈ സിനിമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അതാണ് എനിക്കത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കണേന്ന് രക്ഷപ്പെടുത്തി. ഒരു ബന്ധമില്ല. കാരണം അവിടെ ഒരു ഫ്രണ്ട്ലി വൈബിൽ ആ സമയത്ത് ചെയ്ത പൊട്ടത്തരങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും അല്ല, അതൊക്കെ അന്നത്തെ ആവശ്യങ്ങളായിരുന്നു. അതൊക്കെ പൊട്ടത്തരോ? ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് തെറ്റുകൾ. പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാനൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. പൊട്ടത്തരം ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് അബാം ഇതുപോലെയാ, പ്ലാൻ പണ്ണണം. ഇത് പ്ലാൻ പണിയേ പണ്ണുള്ളൂ, എല്ലാം പ്ലാൻ പണി. ആ സമയത്ത് എന്താ ട്രെൻഡ് ഇറങ്ങാത്ത സമയത്ത് പിടിച്ചേക്കാൻ പറ്റൂല. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവിടെ ആളുണ്ട്, പറ്റിക്കണമെങ്കിലേ പാടാ. അല്ല, ട്രെൻഡ് ഇറങ്ങാത്ത സമയത്ത് ട്രെൻഡുകൾ കൊണ്ടുവന്ന വ്യക്തിയാണെന്നാണ് ധ്യാൻ ചേട്ടൻ പറഞ്ഞിരുന്നത്. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അല്ല, ആ സമയത്ത് എന്താ ലൂസ് പാന്റ് കടുകനിടുക എന്ന് വെച്ചാൽ ഇവിടെ ട്രെൻഡ് ആണ്. അതൊക്കെ അന്നത്തെ കാലത്ത് ബാബുവിനും ചെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്, കാതിൽ ഇതൊക്കെ
90s തുടക്കത്തിൽ ആ ഇന്റർവ്യൂ ഞാൻ മൊത്തം ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. സ്കൂളിൽ ഇതൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ലായിരുന്നു. നമ്മൾ അവളെ സംബന്ധിച്ച് ചെറുങ്ങനെ ഇവിടെ സ്റ്റഡൊക്കെ അടിച്ചിട്ട് പോയാലും സ്കൂളിൽ വലിയ പ്രശ്നമായിരുന്നു. അന്ന് സ്കൂളിൽ മറ്റേ ഷർട്ട് ഇട്ടിട്ട് അകത്ത് ടീഷർട്ട് ഇടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ സ്കൂളിൽ അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുപോയിരുന്നു. അത്രേ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വിനീതേട്ടൻ വിനീതേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇങ്ങനെ കാണിക്കോ തോന്നിയാസം കാണിച്ച വിനീതേട്ടൻ ഒന്നും പറയത്തൊന്നുമില്ല. വീട്ടിൽ പോയി ജീവിക്കട്ടെ. പുള്ളിയുടെ വേറൊരു സോണിൽ വീട്ടിലാണെങ്കിലും വേറൊരു സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ആ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ. അന്നും ഇന്നും ഇനിയും വലിയ ഉപദ്രവമൊന്നുമില്ല. ഒരു ഉപദ്രവമില്ല. ഇങ്ങനെ പാരവെപ്പോ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നു. അത് എന്റെ വീട്ടിൽ ഇതേപോലെ എന്റെ 2 കൂട്ടുകാര് എന്നെ കാണാൻ വേണ്ടിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ 10ാം ക്ലാസ് +1 പഠിക്കും. പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഇവര് ഹാളില് ഇങ്ങനെ ഇരിക്കുക, ഞാൻ കുളിക്കുക, റെഡി ആവാൻ വേണ്ടി ഇരിക്കുക. അപ്പം ഇവര് വന്ന് അമ്മ അകത്ത് വന്നിരുന്നു. അമ്മ അവരോട് പറഞ്ഞു മക്കളെ കുടിക്കാനായിട്ട് കിട്ടുന്ന അമ്മ എന്തോ അടുക്കളയിൽ ഇരിക്കുക. ഏട്ടൻ പെട്ടെന്ന് പാട്ടൊക്കെ ഫുൾ ടൈം പാട്ട് കേട്ടുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഇവരെ കണ്ട ഉടനെ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്നുള്ള രീതി ചോദിച്ചു. അപ്പോൾ ആണോ ധ്യാൻ ഫ്രണ്ട്സ്, അവൻ്റെ 2 പേരുടെ പേര് പറഞ്ഞു, സയ്യിദ് ഉമേഷ്. ധ്യാൻ ഫ്രണ്ട്സ് ഒക്കെ അന്ന് കറങ്ങി റൗണ്ടൊക്കെ അടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെയും വന്നിട്ട് ആണോ ധ്യാൻ ഫ്രണ്ട്സ് സയ്യിദ് ഉമേഷ്, ഓ എന്നിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് സയ്യദ് ഉമേഷ് ധ്യാൻ ഫ്രണ്ട്സ്, ഓ സോറി ഇത് ശരിക്കും നടന്ന. വണ്ടി നിർത്തിയിട്ടൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി നിർത്തി നടു റോട്ടിൽ കാറ് നിർത്തിയിട്ട് ഫോൺ എടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ, വണ്ടി സെന്റർ ഓഫ് ദ റോഡ്. പിന്നെ ഫോണ് സംസാരിച്ചിട്ട് നടന്ന് പോയിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഒരു ഓട്ടോയിൽ വരുന്നതായിരിക്കും. ഞാൻ കണ്ടത് ലണ്ടനിലെ റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഞങ്ങൾ കാറിൽ ഇത് എവിടെ പോകുന്നു ചെട്ടി ഇങ്ങനെ പോകണം. പിന്നെ അങ്ങനെ പോയിട്ട് എവിടെയും എത്തിയിട്ട് വഴി അറിയാതെ അവിടെ വന്നിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വരണം. അപ്പൊ കാറ് ക്രെയിൻ കൊണ്ടുപോകും, വീട്ടിൽ ക്രെയിൻ കൊണ്ടുപോകും. ഇതേപോലെ ഫോണിൽ സംസാരിച്ച് ഒരു പോലീസ് ജീപ്പിനെ കൊണ്ട് വണ്ടി ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. പെട്രോൾ മറ്റേ ചെക്കിങ്ങിന് നിൽക്കുന്ന പെട്രോൾ വണ്ടി ഫോൺ സംസാരിച്ചോണ്ട് അവരെ വണ്ടി ഇടിച്ച് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പുള്ളി ഫോൺ സംസാരിച്ച് മറ്റേ കാർ ഓടിക്കുന്ന സമയത്ത് തന്നെ കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പൂക്കളം ഇട്ട പോലെയാ കാർ ഇങ്ങനെ ഓടിച്ചിട്ട് ഇടിച്ച് മാക്സിമം ക്ലിയറൻസ് കിട്ടിയില്ലടാ പറഞ്ഞിട്ട് ഒന്ന് റിവേഴ്സ് എടുത്തിരുന്നു. ഈ പാർക്കിംഗ് ഒക്കെ അങ്ങനെയാ. പാർക്കിംഗ് ഒന്ന് ഇടിച്ചിട്ട് നിർത്തുക. എവിടെ പാർക്ക് ചെയ്ത ഇപ്പൊ മാറിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ഞാൻ പിന്നെ വണ്ടി കയറാറില്ല. ഒന്ന് തട്ടി ഇടിച്ചിട്ട് ഇപ്പൊ ചെന്നൈയിലെ ചില ഭാഗങ്ങളിലെ വണ്ടികളുടെ ബാക്കിയൊക്കെ അതെ. അപ്പൊ നമുക്ക് ചോദിക്കാം വിനീതേട്ടൻ ഈ റൂട്ടിൽ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ചിലപ്പോ ഞാൻ ആരാന്ന് പോലും പുള്ളി ചിലപ്പോ ചോദിച്ചോളെ. പക്ഷെ സ്കൂൾ ടൈമില് തീം മ്യൂസിക് വരെ സെറ്റ് ആക്കി തന്നത് പക്ഷെ വിനീതേട്ടനാണ്. ഇവർക്ക് ഗ്യാങ്ങില് ധ്യാൻ ചേട്ടന് വേണ്ടി തീം മ്യൂസിക് സെറ്റ് ആക്കി പാട്ട് എഴുതി തന്നിരുന്നു എനിക്ക്. ആ പാട്ടൊന്ന് പാടിക്കാന്ന്. അത് ആ ഇന്റർവ്യൂല് ഞാൻ പാടിയിട്ടുണ്ടല്ലോ. ഇല്ല പാടിയിട്ടില്ല. ഇല്ല 2 പേരെയും കണ്ട് പറഞ്ഞു. പറഞ്ഞതല്ല പാടിയതാണ്, പറഞ്ഞതായിട്ട് തോന്നിയതാ. രണ്ടുപേരും പറഞ്ഞ പോലെ അതൊരു ഒറ്റക്കുള്ള ഒരു സെഷൻ ആയിരുന്നല്ലോ. ഇത്ര നമ്മൾ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അതിന് രവീന്ദ്ര നീ എവിടെ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇന്ന് ഇവരെല്ലാരും നമുക്ക് മുന്നിൽ ജോയിൻ ചെയ്തത്. പങ്കുവെച്ചത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഇല്ല നമ്മൾ തുടക്കമൊക്കെ രവീന്ദ്രൻ ചോദിച്ചാണല്ലോ വന്നത്. ഓക്കെ, അപ്പം അത് എന്നാ തിയേറ്ററിലേക്ക് എത്തുന്നത്? ജൂലൈ 18. ജൂലൈ 18th. അതെ, ഇന്റർവ്യൂ എടുക്കുക. അല്ല, ചില സമയത്ത് ഡേറ്റ് മാറ്റാറുണ്ട്, അപ്പൊ നമ്മൾ മുൻകൂട്ടി പറയണ്ടല്ലോ എന്ന് കരുതുക. അപ്പൊ ജൂലൈ 18th രവീന്ദ്ര നീ എവിടെ എന്ന ഈ മൂവി നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പം നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള പ്രിയ താരങ്ങളാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയോ സംതിങ് എലമെന്റ് ഒക്കെ ഇങ്ങനെ ഹൈഡായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് അപ്പൊ എല്ലാവരും പോയി കാണുക. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇനിയും നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾക്ക് മുന്നിൽ എത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you.